പോൾട്രി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോഴികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. കോഴികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ചത്തുപോകുന്നതാണ് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. കോക്സിഡിയോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. രക്താതിസാരം അല്ലെങ്കിൽ കോഴികൾ ബ്ലഡ് കാഷ്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതിന് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കുറേ മരുന്നുകളുണ്ട്. അതുപോലെ അലോപ്പതിയിലും മറ്റൊക്കെ ആയിട്ടുള്ള മരുന്നുകൾ അറിയുന്നവരിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ കോക്സിഡിയോസിസിൻ്റെ വീഡിയോസ് ഒരുപാട് മുന്നേ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സ് വിചാരിക്കും, ഓ ഇതായിരുന്നു ടോപ്പിക്ക്, ഇത്രയും വലിയ ടോപ്പിക്ക് ഇതായിരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത വരാം. പക്ഷേ നിങ്ങൾ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട. ബിഗിന്നറായ ആൾക്കും അതുപോലെ എക്സ്പേർട്ടായ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിഷ്വൽ കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അസുഖത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആ അസുഖത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ അസുഖത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോക്സിഡിയോസിസിൻ്റെ ലൈഫ് സൈക്കിൾ, അതായത് എങ്ങനെയാണ് ഇത് ഒരു കോഴിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നത്, എന്നിട്ട് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ സ്റ്റേജിലാണ് എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, കോക്സിഡിയോസിസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ മുട്ടയാണ്. മുട്ട എന്ന് ഊസിസ്റ്റ് എന്ന് പറയും. മുട്ട നമുക്ക് പറയാം, ഊസിസ്റ്റ് പറയും. ഈ ഊസിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻഫെക്റ്റീവ് അല്ലാത്ത, അതായത് ആദ്യത്തെ കേസ് നമ്മൾ കോഴിയിലേക്ക് പകരാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കോഴിയിലേക്ക് എത്താത്ത, എന്താ പറയുക, ഇൻഫെക്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു എഗ് ഫോമാണ് ആദ്യത്തെ ഒരവസ്ഥ. ഇത് കോഴിയുടെ കാഷ്ടത്തിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു 99% ഫാമുകളിലും ഈ ഊസിസ്റ്റ് ഉണ്ടാവും. ഇല്ലയെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ ഫാമിലി കോക്സിഡിയോസിസ് ഇല്ല, എൻ്റെ ഫാമിലി പ്രശ്നമില്ല. എല്ലാവരും ഫാമിലും ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 90% ആളുകളുടെ ഫാമിൽ ഈ ഒരു പ്രശ്നം നിലവിലുണ്ടാകും. ഇത് അതിന് അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഇൻഫെക്റ്റീവ് ആവുക. ഹ്യൂമിഡിറ്റി, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ അതിൻ്റെ ഓക്സിജൻ കണ്ടൻറ്റ്, ഇതൊക്കെ അനുയോജ്യമായ രീതിയിൽ വന്നെത്തി കഴിഞ്ഞാൽ ഇവർ ഇൻഫെക്റ്റീവായിട്ട് മാറും. ഈ ഇൻഫെക്റ്റീവായിട്ട് മാറുന്നതാണ് കോഴിയിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള കോഴിയുടെ ദേഹത്തിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നോക്കാം. കോക്സിഡിയ എന്ന് പറയുന്ന ഈ ഒരു അസുഖം കോഴികളിൽ മാത്രമല്ല, പ്രാവുകളിൽ വരാറുണ്ട്, ആടുകളിൽ വരാറുണ്ട്, പശുക്കളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോഴികളിൽ വരുന്ന സ്പീഷീസ് ഹൈമീരിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സ്പീഷീസാണ് കോഴികളിൽ കാണപ്പെടുന്നത്. ഇതൊരു സിംഗിൾ സെൽ ഓർഗാനിസമാണ്. അതായത് ഇപ്പം ബാക്ടീരിയോ അല്ലെങ്കിൽ ഫംഗസോ പോലെയുള്ളതല്ല, ഒരു പ്രത്യേക ഒരു ജീവി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മൾ ആൻറ്റി ബാക്ടീരിയലോ ആൻറ്റി വൈറൽ ഡിസീസിനുള്ള മെഡിസിൻ കൊടുത്താൽ ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് പ്രധാനമായിട്ടും കോഴികളുടെ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലാണ് ഇൻഫെക്ഷൻ വരുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 9 എണ്ണം ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് വരുന്ന 5 എണ്ണമാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്ന് ഹൈമീരിയ നെക്കട്രിക്സ്, ഹൈമീരിയ മാക്സിമ, ഹൈമീരിയ അസർവിലിന, ഹൈമീരിയ ടെനല്ല, ഹൈമീരിയ ബ്രോണറ്റി. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അത് ഓരോ ഈ നമ്മളെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ വരുന്ന ഓരോ സ്ഥലത്തിന് ആണ് ഇൻഫെക്ഷൻ വരുന്നത്, ഓരോ പോർഷനാണ് ഇത് ഇൻഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് ഇത് ഇൻഫെക്റ്റ് ആവുന്ന ലൊക്കേഷൻസാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് പറഞ്ഞാൽ ഇതിൻ്റെ ഊസിസ്റ്റാണ്. ഊസിസ്റ്റ് പറഞ്ഞാൽ നമുക്ക് മുട്ട എന്നൊക്കെ പറയാം. ഇതിൽ നിന്നാണ് കോക്സിഡിയോസിസിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഇൻഫെക്റ്റീവ് അല്ലാത്ത ഒരു മോഡലായിരിക്കും ആദ്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ നിങ്ങൾ കാണുന്നുണ്ടോ കറക്റ്റായിട്ട്? ഇതാണ് ഇതിൻ്റെ ഊസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻഫെക്റ്റീവ് അല്ലാത്ത സ്റ്റേജിലാണ് ഉണ്ടാവുക. നമ്മളെല്ലാവരും ഷെഡിൽ കോഴിയുടെ കാഷ്ടത്തിൻ്റെ കൂടെ വന്ന് കിടക്കുന്നുണ്ടാവും.
പിന്നീട് ഇത് അതിനാവശ്യമായ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, വെറ്റ്നസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇൻഫെക്റ്റീവായിട്ട് മാറും. അപ്പോൾ അതെങ്ങനെയാണ് ഇൻഫെക്റ്റീവായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അത് എങ്ങനെയാണ് ഇൻഫെക്റ്റീവ് ആവുന്നത് നമുക്ക് നോക്കാം. ഒരു oocyst അതിന് അനുകൂലമായ സാഹചര്യം വന്നാൽ അത് സ്പോറിലേറ്റഡ് ആയിട്ട് അത് വിഭജനം സംഭവിച്ച് ഇൻഫെക്റ്റീവായി മാറും. ഈ ഇൻഫെക്റ്റീവായി മാറുന്ന ഇത് oocyst-നെയാണ് കോഴികൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നേരെ ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ നേരെ കോഴിയുടെ വയറിൻ്റെ ഉള്ളിലെത്തുന്ന ഈ oocyst അവിടെ വെച്ചിട്ട് അടുത്ത സ്റ്റേജിലേക്ക് മാറും. അതായത് അതിലുള്ള സ്പോറോസൈറ്റ്സിനെ റിലീസ് ചെയ്യും. സ്പോറോസൈറ്റ്സ് പറയുന്നത് എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. റിലേറ്റഡായ ഒരു oocyst-ൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു 4 എഗ്സ് പോലുള്ള സംഭവങ്ങൾ കാണാം. ഇതാണ് സ്പോറോസൈറ്റ്സ് പറയുന്നത്. സ്പോറോസൈറ്റ്സിൻ്റെ ഉള്ളിലും വീണ്ടും സ്പോറോസോയിഡ്സ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ വിരകൾ പോലെ കാണുന്നതാണ് അത് സ്പോറോസൈറ്റ്സ്. ഒരു കോഴി ഈ സ്പോറിലേറ്റഡായ oocyst കഴിച്ചു കഴിഞ്ഞാൽ നേരെ അത് വയറിൻ്റെ ഉള്ളിൽ പോയി ഈ സ്പോറോസൈറ്റ്സ് റിലീസ് ചെയ്യും. സ്പോറോസൈറ്റ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോറോസോയിഡ്സ് റിലീസ് ചെയ്തിട്ട് ആ വിരകൾ പോലെ കാണുന്നതാണ് സ്പോറോസോയിഡ്സ് പറയുന്നത്. അത് നേരെ ചെന്ന് കോഴികളുടെ ഈ വയറിൻ്റെ ഉള്ളിലെ സെൽസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഈ സെൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ റെപ്ലിക്കേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ചില വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ റെപ്ലിക്കേഷൻ കൂടുതലാവുമെന്ന് പറയുന്നുണ്ട്. ബി കോംപ്ലക്സ് ഒന്നും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വർദ്ധിച്ചിട്ട് വീണ്ടും ഈ സെല്ല് നശിപ്പിച്ചിട്ട് അത് സെല്ലിൻ്റെ ഇത് പുറത്തുള്ള ഒരു ആവരണം നശിപ്പിച്ച് പുറത്തേക്ക് വന്ന ശേഷം ഇവർ വീണ്ടും റെപ്ലിക്കേറ്റ് ആവും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അടുത്ത സ്റ്റേജ് നടക്കുന്നത്. ഈ അടുത്ത സ്റ്റേജിൽ വെച്ചിട്ട് ഇവർ ഒരു മെയിലും ഫീമെയിലും തിരിഞ്ഞ് അവർ വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു എഗ്ഗ് ഫോം ചെയ്യും. ഈ എഗ്ഗ് ഫോം ചെയ്ത എഗ്ഗാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസ് എത്തുമ്പോഴേക്കും കോഴികൾ ബ്ലഡ് കാഷ്ടിക്കാൻ തുടങ്ങും. ഇതാണ് ബ്ലഡ് കാഷ്ടിക്കുന്നതിന് കാരണം. ഇതാണ് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് കോഴികൾ തൂങ്ങി നിൽക്കുക, അതുപോലെ അവരെ ചിറക് താഴ്ത്തി നിൽക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അതായത് ഇൻഫെക്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ബ്ലഡ് വരുമ്പോഴാണ് ഇത് കോക്സിഡി ആണെന്ന് അറിയുള്ളൂ. പല ആളുകൾക്ക് അങ്ങനെയാണ് അറിയുന്നത്. അതിന് മുന്നേ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കോഴികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സെല്ല് നശിച്ചിട്ട് ബ്ലഡ് പുറത്തേക്ക് വന്നു. ഈ സമയത്ത് തന്നെ ഇവർ എഗ്ഗ് ഫോം ചെയ്തിട്ട് ഈ പറയുന്ന എഗ്ഗാണ് നമ്മൾ ആദ്യം പറഞ്ഞ oocyst പറയുന്നത്. ഇത് പുറത്തേക്ക് വന്ന് കോഴികളുടെ കാഷ്ടത്തിലൂടെ പുറത്തേക്ക് വരും. ഇത് ഇൻഫെക്റ്റ് ആവാത്ത രീതിയിലുള്ള oocyst ആണ് കേട്ടോ വരിക. നേരെ വന്നിട്ട് കോഴി കാഷ്ടിക്കും, അവിടെ കാഷ്ടം ഇട്ടിട്ട് പോവും. ഇതിലവിടെ കിടക്കും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേജിലേക്ക് വരും. വീണ്ടും സ്പ്ലിറ്റായി വീണ്ടും കോഴികളിലേക്ക് ചെന്ന് ഇൻഫെക്റ്റ് ആവും. ഇതിങ്ങനെ ഈ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് കോക്സിഡിയോസിസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഐമീരിയയുടെ ഒരു ലൈഫ് സൈക്കിളിലെ ചാർട്ട് വരുന്നത്. ഒരു 7 ഡേയ്സുള്ള പ്രോസസ്സാണ് ശരിക്കും വരുന്നത്. അതിലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത് 4ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും മിക്കവാറും. അപ്പം ഇതിൻ്റെ അവസാനം വീണ്ടും ആ oocyst വരും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണ്, അതായത് ഈ ഒരു കോക്സിഡ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രതിരോധ മാർഗ്ഗം എന്നുള്ളതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ കോക്സിഡയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ എഗ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എഗ്സിനെ നശിപ്പിക്കാൻ നിലവിലുള്ള അണുനാശിനികൾക്കൊന്നും അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേറൊരു ലിക്വിഡ് ഉണ്ട്, അണുനാശിനി ഉണ്ട് പുതുതായിട്ട് എനിക്കറിയുന്ന ലിക്വിഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സിമെൻറ്റ് തറകളാണെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടും കുഴിയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഇതുപോലെ കാണുന്ന രീതിയിൽ സ്മൂത്തായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കോക്സിഡിയൻ്റെ oocyst നിന്നിട്ട് പിന്നെ അതിനനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് കോഴികളിലേക്ക് കയറുന്ന ഒരു പ്രശ്നം വരും. അതിപ്പോൾ വെറ്റ്നസ് തന്നെ വേണമെന്നില്ല, വെറ്റ്നസ് അല്ലെങ്കിലും മറ്റു സാഹചര്യങ്ങളിലും സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ മരത്തിൻ്റെ കൂടാണെന്നുണ്ടെങ്കിലും ഒരു ബാച്ചിന് വന്നാൽ അടുത്ത ബാച്ചിന് ഇത് ഇൻഫെക്റ്റ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം മരം ആയതുകൊണ്ട് അത് അവിടെ നിന്ന് പോവില്ല.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ബാച്ച് കോഴികൾ ഇറക്കുമ്പോഴും പ്രതിരോധത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് നാച്ചുറലായിട്ടുള്ള പ്രതിരോധ മരുന്നുകളുണ്ട്, ഹോമിയോസിലുണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാം. സാധാരണ നമ്മളത് മനസ്സിലാക്കുന്നത് കോഴികൾക്ക് ഇൻഫെക്റ്റായി ചിറകൊക്കെ താഴ്ത്തി നിൽക്കുമ്പോഴാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. നാച്ചുറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് ഉലുവയാണ്. ഉലുവ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഉലുവ പൊടിയോ നമുക്ക് കൊടുക്കാം. ഞാൻ ഇത്തവണ വാങ്ങിച്ചത് ഉലുവ പൊടിയാണ്. നമുക്ക് 100 കോഴിക്ക് ഒരു 20-30 ഗ്രാമൊക്കെ മതിയാവും. ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഉലുവ കൊടുത്തത്. ഉലുവയും മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും നമുക്ക് ഇതുപോലെ കൊടുക്കാം. വെളുത്തുള്ളിയിലെ അലിസിനുള്ള കണ്ടൻറ്റ് ഇതിൻ്റെ സ്പോറിലേഷനൊക്കെ എഫക്റ്റ് ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയും. പിന്നെ ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ കറുവപ്പട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കഷായം പോലെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. കുറേ മുന്നേ ചെയ്തതാണ്, പക്ഷെ അത്ര ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കറുവപ്പട്ടയും നല്ല ഒരു റെമഡിയാണ്. അത് ഈ ഊസിസ്റ്റിനെയും ഇതിനൊക്കെ നശിപ്പിച്ച് കളയും, കോക്സിഡിയനൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു നല്ലൊരു സംഭവമാണ്. പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പപ്പായയുടെ ഇല അല്ലെങ്കിൽ പപ്പായയൊക്കെ നമുക്ക് ഇതിനെതിരെ കൊടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. പപ്പായയിൽ ഉണ്ടാകുന്ന പപ്പായിൻ എന്നൊക്കെ നമുക്ക് ഈ കോക്സിഡിയക്കെതിരെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ കൊടുക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആപ്പിൾ സിഡർ വിനെഗർ പേഴ്സണലി എനിക്ക് നല്ല ഗുണം ചെയ്തൊരു സംഭവമാണ്. നമുക്ക് ബ്രോയിലർ ഫാമിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. സാധാരണ ഇപ്പോൾ 1 ml 2 ml ഒക്കെ മതി. 1 ലിറ്ററിൽ 1 ml 2 ml ഒക്കെ മതിയാവും. സാധാരണ കോഴി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. വലുതിന് നമുക്കൊരു 5 ml വരെ ഉപയോഗിക്കാം. ബ്രോയിലർ ഫാമിങ് ചെയ്യുന്നവർക്ക് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത ഒരു അളവ് ഞാൻ കൊടുക്കുന്നുണ്ട്. 1 to 2 വീക്കുള്ള 10 ml 20 ml 30 ml ഇങ്ങനെ ഒരു അളവ് നിങ്ങൾക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് അത്ര കൊടുക്കണം നിർബന്ധമില്ല. പിന്നെ കോഴി കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തന്നെ കൊടുത്താൽ മതിയാവും. ബ്രോയിലർ ഫാമിംഗ് ആകുമ്പോൾ കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ അളവെന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയത് ഇത്തവണ ഹോമിയോ മെഡിസിനാണ്. ഇപ്പോൾ ഈ കാണുന്ന കോഴികളൊക്കെ ഞാൻ ഹോമിയോ മെഡിസിൻ മാത്രം കൊടുത്ത് വളർത്തിയെടുത്ത കോഴികളാണ്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിട്ട് വളർത്തിയെടുക്കുന്ന കോഴികളാണ്. ഒക്കെ എനിക്ക് സാധാരണയായിട്ട് ഈ ഒരു പ്രായമാകുമ്പോഴേക്കും കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തു പോകാറുണ്ട്. പക്ഷേ ഈ ഹോമിയോ മെഡിസിൻ്റെ എഫക്റ്റ് കാരണമാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ കോഴികൾക്ക് ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ ഹെൽത്തിയാണ് കോഴികൾ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫീഡാണ്. ഫീഡ് എപ്പോഴും നല്ല കമ്പനിയുടെ ഫീഡ് വാങ്ങിക്കുക. തട്ടിക്കൂട്ട് പരിപാടി ഫീഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കോക്സിഡി വിട്ടുമാറാത്ത രീതിയിൽ ഇൻഫെക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന പ്രമുഖമായ ഫീഡ് ചിലതിൽ ഈ പ്രശ്നമുണ്ട്. ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫീഡ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത ഒരു ഹോമിയോ മെഡിസിൻ, മെർക്കുകോർ, നെക്സ്വാമിക്ക, സൾഫർ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ട് 1 ലിറ്ററിൽ ഒരു 10 തുള്ളി അല്ലെങ്കിൽ 1 ml വരെയൊക്കെ കൊടുക്കാം. ഞാൻ 10 ഡ്രോപ്സ് ഒക്കെ കൊടുക്കാറുള്ളൂ കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ കൂടെ വേറെ 2 മെഡിസിൻ കൂടി ഞാൻ ആഡാക്കാറുണ്ട്. ഒന്ന് ആർസനിക് ആൽബ് 30, ലാച്ചസിസ്. ഇത് രണ്ടും ഒരു 5 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്യാറുള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് 2 നേരമായിട്ട് കൊടുക്കാം. ഒരു ദിവസം മറ്റേ മെഡിസിനും ഒരു ദിവസം ഇതും കൊടുത്താൽ മതി. ഇത് മിക്സാക്കി വാങ്ങിക്കേണ്ട, ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി. ലാച്ചസിസ് വേറെയും ആർസനിക് ആൽബം വേറെ വാങ്ങിച്ചാൽ മതി. ഇനി ബ്ലഡൊക്കെ കാഷ്ടിച്ച് നല്ല ഇൻഫെക്ഷൻ കൂടിയ കോഴികളാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ കോക്സ് അല്ലെങ്കിൽ ആംബ്രോളിയം പൗഡേഴ്സാണ്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് സാധാരണ കൊടുക്കുന്നത്. അതിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറ്റിനറി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കോക്സിഡിയോസിസ് എന്ന അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഓരോ ഓവർവ്യൂ തന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക്സ്. ബൈ.